നമ്മുടെ രാജ്യത്ത് ഇന്ന് എല്ലാ മനുഷ്യരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് യുവാക്കളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, കർഷകരാവട്ടെ, തൊഴിലാളികളാവട്ടെ, ഏതൊരു മനുഷ്യനും ജീവിക്കണമെങ്കിൽ സമരം ചെയ്യണമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. സമരത്തിലൂടെ നേടിയതാണ് നമ്മുടെ നാട്ടിലുള്ളതെല്ലാം, അതിലും വ്യത്യസ്ത അഭിപ്രായമില്ല. എന്നാൽ ഒരു പരീക്ഷ, 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയൊരു പരീക്ഷ, അത് നടപ്പിലാക്കിയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന സർക്കാർ നിയന്ത്രിത സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ആ പരീക്ഷ വീണ്ടും നടത്തേണ്ടതായി വരുന്നു. ആ പരീക്ഷയുടെ ഇടവേളയിൽ ഒരു പരീക്ഷ റദ്ദാക്കി മറ്റൊരു പരീക്ഷ വീണ്ടും പരീക്ഷ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ 17 വിദ്യാർത്ഥികൾ രാജ്യത്തെമ്പാടും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യമൊട്ടുക്കും വലിയ വിദ്യാർത്ഥി റാലികളും സമരങ്ങളും വലിയ മൂവ്മെന്റുകളും ഉണ്ടായത്. അതിന്റെ ഭാഗമായി ഒരു യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി ജസ്റ്റിസ് സൂര്യകാന്ത മിശ്ര ഒരു പ്രസംഗത്തിൽ ഈ രാജ്യത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിലും ഒരു വലിയ മൂവ്മെന്റും രാജ്യത്തുണ്ടായി, CJP എന്ന പേരിൽ. ഇന്ന് ജന്തർ മന്ദറിലും ഡൽഹിയിലും ഇന്ത്യയിലെമ്പാടുമുള്ള പ്രദേശങ്ങളിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടു. ഇതിനൊക്കെ കാരണമായിട്ടുള്ള MHRD മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വലിയ സമരങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയുടെ രണ്ടാമത് നടത്തിയ പുനഃപ്രവേശന പരീക്ഷയുടെ വീണ്ടുമുള്ള റിസൾട്ട്, രണ്ടാം ഘട്ടത്തിലുള്ള റിസൾട്ട് ഇപ്പോൾ വന്നു. രാജ്യത്ത് ഇതുമൂലം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ബാധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, രാജ്യത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ജനങ്ങൾ തിരിച്ചറിയുന്ന വിധത്തിലേക്ക് കാര്യം മാറി എന്നുള്ളതാണ്. ഇതേ ഘട്ടത്തിൽ നടന്ന CBSE പരീക്ഷ, ആ പരീക്ഷയിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിധത്തിൽ OSM നടപ്പിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ തെരുവിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. രാജ്യത്ത് നെറ്റ് പരീക്ഷയിലും സമാനമായ അനുഭവം വിദ്യാർത്ഥികൾക്കുണ്ടായി. നെറ്റ് പരീക്ഷ RSSന്റെ റിക്രൂട്ട്മെന്റ് ഫോറത്തിൽ എഴുതുന്ന ഉത്തരം പോലെ RSSകാർക്ക് വേണ്ടുന്ന ചോദ്യം മാത്രം ചോദിക്കുന്ന വിധത്തിലേക്ക് നെറ്റ് പരീക്ഷയും മാറി. ഇതിനെതിരെ കഴിഞ്ഞ കുറേ ദിവസമായി രാജ്യ തലസ്ഥാനത്ത് സമരം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി സോനം വാങ്ചുക്, നമുക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹം അവിടെ നിരാഹാര സമരം ഉൾപ്പെടെ കിടന്നുകൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആ സമരപന്തലിൽ നിലയുറപ്പിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ സോനം വാങ്ചുക്കിനെ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തണമെന്ന വ്യാജേന വന്ന പോലീസുകാർ, ഡൽഹി പോലീസിന്റെ സംഘം ബെഡ്ഷീറ്റോട് കൂടിയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പൊ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരത്തെ അസ്ഥിരപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസ ഘടനയെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന എല്ലാ സമരങ്ങളെയും ഇല്ലാതാക്കാനുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ വിഷയത്തിൽ ഇന്നലെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വമ്പിച്ച പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും SFIയുടെ നേതൃത്വത്തിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ഈ സമരത്തിന്റെ ഭാഗമായി ഈ ദിവസം വരെയും പോരാടിക്കൊണ്ടിരിക്കുന്ന SFIയുടെ നേതാക്കൾ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നീറ്റ് വിഷയം ഉയർത്തിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ 2 മുദ്രാവാക്യങ്ങൾ നടപ്പിലാകുന്നത് വരെയും സമരം തുടരും എന്ന പ്രഖ്യാപനവുമായി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും
അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് ആദർശം സജിയും സഖാവ് ഐഷയ് ഘോഷും ഇന്നലെ തൊട്ട് നിരാഹാരം തുടങ്ങിയിരിക്കുകയാണ്. ഈ നിരാഹാര സമരം ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിക്കും എന്നാരും കരുതേണ്ടതില്ല. ഈ സമരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെയും NDA പിരിച്ചുവിടപ്പെടുകയും ആ ഘട്ടം വരെയും ഈ സമരം തുടരുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി കേരളവും ആ സമരത്തിനോടൊപ്പം ഐക്യദാർഢ്യപ്പെടുകയാണ്. ആ സമരത്തിലേക്ക് കേരളം ഇറങ്ങിച്ചെല്ലുകയാണ്. ഇന്ന് 14 ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രതിഷേധവും ഇന്ന് വൈകിട്ട് തൊട്ട് നാളെ വൈകിട്ട് വരെ 19-ന് ഇന്ന് വൈകിട്ട് തൊട്ട് നാളെ വൈകിട്ട് വരെ 20-ന് വൈകിട്ട് വരെ മുഴുവൻ സർവകലാശാല ആസ്ഥാനങ്ങളിൽ രാപ്പകൽ സമരവും SFI ആഹ്വാനം ചെയ്യുകയാണ്, സംഘടിപ്പിക്കുകയാണ്. 21-ന് സംസ്ഥാനത്തെ മുഴുവൻ കോളേജ് സ്കൂൾ, അതായത് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ITI, പോളി ഉൾപ്പെടെ സ്കൂൾ യൂണിറ്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ യൂണിറ്റുകളിലും കോളേജ് യൂണിറ്റുകളിലും അത് 1500ഓളം വരും SFIക്ക്. അവിടെ സ്കിപ്പ് ദ മീൽ എന്ന ക്യാമ്പയിൻ SFI സംഘടിപ്പിക്കുകയാണ്. ഉച്ചഭക്ഷണം ബഹിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ SFI പ്രവർത്തകരും വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഉച്ചഭക്ഷണം ബഹിഷ്കരിച്ച് ഈ സമരത്തിന്റെ ഭാഗമായി ആ സമയത്ത് ക്യാമ്പസുകളിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിക്കും. 10 ലക്ഷം വിദ്യാർത്ഥികളെ ഭാഗമാക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ആ സമരത്തെ SFI സംഘടിപ്പിക്കുക. ഈ 20-ാം തീയതി പാർലമെന്റിലേക്ക് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന മാർച്ച് നടക്കുകയാണ്. അതിന്റെ തുടർച്ചയിൽ സംസ്ഥാനത്ത് ധർണാ സമരങ്ങളും റിലേ സത്യാഗ്രഹ സമരങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികൾ SFI ആസൂത്രണം ചെയ്യും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും അത് മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ SFI എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന മറ്റൊരു ക്യാമ്പയിനാണ് അവകാശ പത്രിക മാർച്ച്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഭരിക്കുന്ന സർക്കാർ അതേതുമാകട്ടെ അവരെ അറിയിക്കുക എന്നുള്ളത് വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായി 92 ഇന ആവശ്യങ്ങൾ, അത് എല്ലാ മേഖലയിലും മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അതോടൊപ്പം SC/ST വിഭാഗങ്ങളുടേത്, മറ്റ് പാരലൽ, അങ്ങനെ സർവത്ര വിഭാഗങ്ങളെയും എല്ലാ വിദ്യാഭ്യാസ മേഖലയും തൊട്ടുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 92 ഇന ആവശ്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ SFI സമർപ്പിക്കും. അതിന്റെ ഭാഗമായി 20-ാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും അവകാശ ദിനം ആചരിക്കും. 23-ന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും വിദ്യാർത്ഥികളുടെ വൻ പങ്കാളിത്തത്തോടു കൂടിയുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നതായിരിക്കും. എല്ലാ ജില്ലകളിലും 5000 തൊട്ട് 10000 വരെയുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും ഈ മാർച്ച് സംഘടിപ്പിക്കുക. 23-ന് അവകാശ പത്രിക മാർച്ച് 14 ജില്ലകളിലും അന്ന് നടക്കുന്നതാണ്.